Good morning. ജോയിൻ ചെയ്ത് തന്നെയുള്ളു അല്ലെ? എത്ര കുട്ടികളായിട്ടുണ്ട്? രേഷ്മ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അഞ്ജു, ശരണ്യ, രേഷ്മ ഓക്കെ ആണ്, ക്ലിയർ ആണ് അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഇനിയിപ്പോ നമുക്ക് അധികം ഇല്ല, ഇനി കുറച്ച് സെക്ഷൻ ടോപ്പിക്കുകളും കൂടി ഉള്ളു കേട്ടോ ഈ ചാപ്റ്ററിന് ഞാൻ എടുത്ത അത്രയും. ഓക്കെ, മറ്റേത് മിലു മിസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ? ട്രേഡ് യൂണിയൻ ഒരുവിധം ആയില്ലേ? എത്ര വരെ എത്തി? എത്ര പേജ് കവർ ചെയ്തു? ഒരുപാടുണ്ടോ? ഓക്കെ, അത് ഞാൻ മിസ്സിനോട് ചോദിക്കാം. ഇതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഞാൻ അതിന്റെ എടുക്കാം കേട്ടോ. എങ്ങനെയാ നമ്മുടെ തീരേണ്ടതിന്റെ അനുസരിച്ച് നമുക്ക് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ആ പോർഷൻസ് തന്നേക്കുന്നത് അത്രയും തീർന്നു നിന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന്റെ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ. ഇനി ഫോർത്ത്, ഫിഫ്ത്തും, സിക്സ്ത്തും അത് മൂന്നിന്റെയും നമുക്ക് എക്സാം ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഇത് പോർഷൻ കഴിഞ്ഞിട്ട് റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ യെസ്, ഓക്കെ. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഉണ്ട്, മഴയുണ്ടോ? ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു രാത്രിയിലൊക്കെ. ഇല്ല, ഉണ്ട്, ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? യെസ്, കഴിച്ചിട്ടാണ് കയറിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻ അല്ലെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻ. അപ്പൊ അതിന്റെ മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ നോക്കി വെക്കണം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞേക്കുന്നത്? ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. Then രണ്ടാമത്തെ ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ വർക്കേഴ്സ്. Then 3 to regulate control of government. Fourth one, to ensure workers' participation. Then fifth one, to develop and support labor unions. ആറാമത്തേതാണ് to prevent industrial conflict. Conflict പറഞ്ഞ സംഘർഷങ്ങൾ. Then seventh one, to reduce strikes and lockouts. Strike, lockout ഒക്കെ reduce ചെയ്യാൻ. അടുത്തത് to sustain industrial democracy. Then ninth one, to increase productivity. 10th one, to provide proprietary interest. Okay, ഉടമസ്ഥാവകാശം. അപ്പൊ അത്രയും പോയിന്റ്സ്, ഒബ്ജക്റ്റീവ്സ് 10 പോയിന്റ്സും നോക്കി വെക്കാം. മെയിൻ പോയിന്റ്സുകൾ നോക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻ. ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻ. ഒരു എംപ്ലോയി റിലേഷനിൽ ഉള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? അവിടെ ആരൊക്കെയാണ് എംപ്ലോയി റിലേഷനിൽ ഉള്ളത്? The system of industrial relation consists of mainly 3 actors or participants. ഏതൊക്കെയാണ്? മെയിൻലി 3 actors or participants. 3 കൂട്ടരാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത് എംപ്ലോയി റിലേഷനിൽ. അതിനകത്തുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് 3 actors or participants. അപ്പൊ എംപ്ലോയി റിലേഷനിൽ പ്രധാനമായിട്ടുള്ള 3 പാർട്ടിസിപ്പൻസ് പങ്കാളികൾ ആരൊക്കെയാണ്? The actors are considered as a single set of variables. ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇവരെ വിലയിരുത്തുന്നത്. ഇതിനെ നമ്മൾ 3 പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ആസ് എ സിംഗിൾ സെറ്റ് ഓഫ് വേരിയബിൾസ്. ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത്. എന്നാലും however their extent of influence, എന്നാൽ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് എങ്ങനെയാ? varies from each other. എന്നാൽ അവര് ചെലുത്തുന്ന എന്നിരുന്നാലും അവരുടെ ആ സ്വാധീനത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവര് എല്ലാവരും ഒരുമിച്ച് ഒരു വേരിയബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോലും അവർ ഓരോരുത്തരും ഈ എംപ്ലോയി റിലേഷനിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പരസ്പരം വ്യത്യാസമാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഓരോ റൂൾസ് കാര്യങ്ങളുണ്ട്. The 3 actors of employee relations are as follows.
അപ്പൊ ഈ എംപ്ലോയി റിലേഷനിൽ പ്രധാനമായിട്ടുള്ള 3 ആക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പാർട്ടീസ് ടു എംപ്ലോയി റിലേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉള്ള പാർട്ടീസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ 3 ആക്ടേഴ്സ് ഓഫ് എംപ്ലോയി റിലേഷൻ ആരൊക്കെയാണെന്ന് നോക്കിയേ. ആരൊക്കെയാണ് ആ 3 ആക്ടേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്? ആരൊക്കെയാ? എംപ്ലോയി ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ആരൊക്കെയാണ്? എംപ്ലോയീസ്, എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. അതില് 3 ആക്ടേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻസിൽ ഉള്ള ആക്ടേഴ്സ് ആരൊക്കെ, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് ഉള്ളത് അതിനകത്ത്? എംപ്ലോയീസ് ഉണ്ട്, തൊഴിലാളികളുണ്ട്, എംപ്ലോയർ ഉണ്ട്, തൊഴിലുടമകളുണ്ട്, ഗവൺമെന്റും ഉണ്ട്. ഓക്കെ, ഇനി ഇവര് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അപ്പൊ ഓരോ കൂട്ടരും ആരുമായിട്ടാണ് ആ റിലേഷൻ എന്ന് നോക്കിയേ. എംപ്ലോയി ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ, തൊഴിലാളി യൂണിയനുകളുണ്ട്. അപ്പൊ എംപ്ലോയിക്ക് അവരുടെ ആവശ്യങ്ങള് നിറവേറ്റാനും കാര്യങ്ങൾ പറയാനും ഒക്കെ എന്തുണ്ട്? ഒരു ട്രേഡ് യൂണിയൻ ഉണ്ട്. അപ്പൊ ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ആരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെ? എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരുണ്ട്? ഒരു ട്രേഡ് യൂണിയൻ ഉണ്ട്. എംപ്ലോയിനെ പ്രതിനിധീകരിച്ച് ആരുണ്ട്? ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ എംപ്ലോയി റിലേഷനിലുള്ള പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് എംപ്ലോയി റിലേഷനിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്? എംപ്ലോയി ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഈ എംപ്ലോയി ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ ആരുമായിട്ടാണ്? ട്രേഡ് യൂണിയൻ, അല്ലെ? അപ്പൊ എംപ്ലോയിയുടെ ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും, അല്ലെ, അവരെ എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട് അവിടെ? ട്രേഡ് യൂണിയൻ ഉണ്ട്. എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട്? ട്രേഡ് യൂണിയനുകളുണ്ട്. ഓക്കെ, എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? ട്രേഡ് യൂണിയനുകളുണ്ട്. രണ്ടാമത്തെയാണ് എംപ്ലോയർ. എംപ്ലോയർക്ക് വേണ്ടി ആരുണ്ട്? ആരാണ്? എംപ്ലോയർ അസോസിയേഷൻസ് ഉണ്ട്. എംപ്ലോയറിനെ കാര്യങ്ങളെ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? അവർക്ക് എംപ്ലോയർ അസോസിയേഷൻ ഉണ്ട്. ഈ നമ്മുടെ ഈ തൊഴിലുടമകളുടെ ഒക്കെ ഒരു അസോസിയേഷൻ ഇല്ലേ, മെർച്ചന്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അവർക്കുടെ കാര്യങ്ങള് ചർച്ച ചെയ്യാനും ഇതൊക്കെ ആയിട്ടും ഒക്കെ എല്ലാ തൊഴിലുടമകളും എല്ലാവരും ചേർന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. എംപ്ലോയറിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട്? എംപ്ലോയർ അസോസിയേഷൻസ് ഉണ്ട്. ഇനി ഗവൺമെന്റ്, അടുത്തതാണ് ഗവൺമെന്റ്. ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറയുന്ന നിയമങ്ങള് നിർമ്മിക്കുന്നതിനും അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ ആരുണ്ട് അവിടെ? കോർട്ടുകളും ട്രിബ്യൂണൽസും ഉണ്ട്. ക്ലിയർ ആയോ? ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അതാണ്. ഗവൺമെന്റ് പറയുന്ന ഉള്ള നിയമങ്ങള് അത് പരിഹരിക്കാനും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആരുണ്ട്? കോർട്ടുകളും ട്രിബ്യൂണൽസും ഉണ്ട്. ക്ലിയർ ആയോ നോക്കിയത്? ആ ഡയഗ്രാം അങ്ങനെ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ആരൊക്കെയാണ് ആ എംപ്ലോയി റിലേഷനിലുള്ള ആക്ടേഴ്സ് എന്ന് പറഞ്ഞത്? 3 പേര്. അവര് ആരുമായിട്ടാണ് റിലേഷൻ? അതും കൂടി നോക്കി വെക്കുക. എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാൻ ട്രേഡ് യൂണിയനുകളുണ്ട്. എംപ്ലോയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എംപ്ലോയർ അസോസിയേഷൻസ് ഉണ്ട്. ദെൻ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റ് പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ, അല്ലെ, അതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ആരുണ്ട്? കോർട്ടുകളും ട്രിബ്യൂണൽസും ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ അടുത്തത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഒന്നാമത്തെയാണ് വർക്കർ, തൊഴിലാളികള്, അല്ലെ, എംപ്ലോയിയും അവർക്കിടെ ഓർഗനൈസേഷൻസും. ആ റിലേഷൻ ആണ് കാണിച്ചേക്കുന്നത്. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, വർക്കേഴ്സും അവരുടെ ഓർഗനൈസേഷനും. Workers are an integral part of industrial relations. Industrial relationൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആര്? വർക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മളിപ്പോ ഒരു വലിയൊരു കമ്പനി ഉണ്ടാക്കിയിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അവിടെ ആര് വേണം? അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ആര് വേണം? വർക്കേഴ്സ് വേണം.
ഇല്ലേ? അപ്പൊ ഈ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവരെന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയൽ റിലേഷനില് ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ്, ഒരു അവിഭാജ്യ ഘടകമാണ് അവര്. വർക്കേഴ്സ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ഏജ്. ഈ വർക്കേഴ്സ് എന്ന് പറയുന്നത് പല ഏജിലുള്ളവര്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവര്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെ? എല്ലാവർക്കുടെയും ബാക്ക്ഗ്രൗണ്ട് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെ? പല പല ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇതെല്ലാം വ്യത്യാസമായിട്ട് തന്നെ ഇരിക്കുന്നത്, അല്ലെ? വർക്കേഴ്സ് ക്യാൻ ബി ഡിഫറെന്റ് ഏജ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ദെൻ സ്കിൽസ്, അവർക്ക് പല കഴിവുകളുണ്ട്, കൾച്ചേഴ്സ് ഒക്കെ ഉണ്ട്, പല സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ വർക്കേഴ്സും ഇങ്ങനെയാണ്, ഇതിലെല്ലാവരും വ്യത്യാസപ്പെട്ട് തന്നെ ഇരിക്കുന്നത്. Workers continually strive to make their employment terms and conditions better. വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് സ്ട്രൈവ് ചെയ്യാന്ന് വെച്ചാൽ STRIVE പരിശ്രമിക്കുക. അപ്പൊ അവര് വർക്കേഴ്സ് അവർക്കുടെ തൊഴില്, എംപ്ലോയ്മെന്റ് ടേംസ്, തൊഴിലിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെ? തൊഴിലിലെ ടേംസുകള്, കണ്ടീഷൻ, നിബന്ധനകളും ഇതൊക്കെ അവര് എന്താണ് അവരത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് എന്താ മേക്ക് ചെയ്യാന്ന് വെച്ചാൽ പരിശ്രമിക്കാറുണ്ട്. ആ എംപ്ലോയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ, ആ തൊഴിൽ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ ബെറ്റർ ആക്കാൻ ഈ വർക്കേഴ്സ് പരിശ്രമിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു നിയമങ്ങള് നമ്മളൊരു കമ്പനിയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ആ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, അതിനോട് അല്ലെ അത് അഡ്ജസ്റ്റബിൾ ആവണം, അല്ലെങ്കിൽ അതും അവരത് പാലിക്കാൻ തയ്യാറാവണം. അപ്പൊ അങ്ങനെ ആ ഒരു വർക്കേഴ്സ് ആ തൊഴിലിന്റെ നിബന്ധനകള്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അത് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി അവര് ശരിക്കും പരിശ്രമിക്കാറുണ്ട്. They share their viewpoints and their problem with the management. അപ്പൊ എന്നുള്ള മാക്സിമം അവര് ആ മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ എംപ്ലോയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ബെറ്റർ ആക്കാൻ അവര് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ അതായത് അവർക്കുണ്ട് അവർക്കുടേതായ ഓരോ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും, പ്രശ്നങ്ങളുണ്ട്. ഏത് സ്ഥലത്താണെങ്കിലും ഇല്ലേ അങ്ങനെ, അല്ലെ? എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഫുള്ള് 100% ഓക്കെ ആയിട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ചെറിയ തൊഴിലാളികളെ സംബന്ധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവാനില്ലേ? ഇല്ലേ? ഉണ്ട്, അല്ലെ? They share their viewpoints and the problem with the management. അപ്പൊ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവർക്കുടെ കാഴ്ചപ്പാടുകള്, അവരുടെ പ്രശ്നങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാനേജ്മെന്റിനോട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. They also intend to be a part of management decision making process. കണ്ടോ, മാനേജ്മെന്റിന്റെ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അതിന്റെ ഭാഗമാകാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ മാനേജ്മെന്റ് മാത്രമായിട്ട് ഒരു കാര്യം അത് പറയുമ്പോഴ്, അല്ലെ, അത് അവർക്ക് എംപ്ലോയിനെ സംബന്ധിച്ച് ഫുള്ളായിട്ട് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയില്ല. അപ്പൊ അവര് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സില് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാകാനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ടു അച്ചീവ് ഓൾ, ഇത് നേടിയെടുക്കുന്നതിന് achieve all these, the workers come together to form a trade union. അപ്പൊ എന്ത് ചെയ്യുന്നു അവര് യൂണിയൻ ഉണ്ട് അവർക്ക്. വർക്കേഴ്സ് അവർക്കുടെ കാര്യങ്ങള് പറയാനും ഇതിനൊക്കെ ആയിട്ട് അവര് ഒരുമിച്ച് ചേർന്നിട്ട് അവര് ട്രേഡ് യൂണിയൻ രൂപീകരിക്കും. ആൻഡ് ഓൾസോ നോൺ ആസ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The workers come together to form the trade union, also known as വർക്കേഴ്സ് അസോസിയേഷൻ. അത് അവര് രൂപീകരിക്കുകയാണ്. എന്തിന്? എഗൻസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഗെറ്റ് എ മാക്സിമം ഹെൽപ്പ് ഫ്രം ദിസ് യൂണിയൻ. കണ്ടോ, അപ്പൊ ഈ യൂണിയനില് പരമാവധി സഹായം അവര് നേടുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മുടെ എംപ്ലോയിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് മാനേജ്മെന്റിനോട് പറയുന്നതിന് പകരം ആ യൂണിയൻ,
അല്ലെ? യൂണിയനിൽ പറഞ്ഞ് ആ യൂണിയനിൽ ആരാണോ അവിടെ ലീഡർ ആയിട്ട് നിൽക്കുന്നത് അയാളെ കൊണ്ട് കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇവർക്കുടെ അവകാശങ്ങളും കാര്യങ്ങളും എന്താണ് യൂണിയൻ വഴി അവർക്ക് നേടിയെടുക്കാൻ പറ്റും. ശരിയല്ലേ? മിക്ക ഇതിനകത്തും ഇല്ലേ ഒരു യൂണിയൻ ഇല്ലേ അങ്ങനെ? അതിനാണ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ. വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനാ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അല്ലെ? വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ് ട്രേഡ് യൂണിയൻ. ആ ട്രേഡ് യൂണിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എഗൻസ്റ്റ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് എതിരായിട്ട് അല്ലെ? അപ്പൊ അവർക്ക് ഈ കാര്യങ്ങള് അച്ചീവ് ചെയ്യുന്നില്ല. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സില് മാനേജ്മെന്റിന്റെ ഭാഗമാകണമെന്ന് ഈ വർക്കേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് നേടിയെടുക്കാൻ എന്ത് ചെയ്യുന്നു? അവർ ഒരുമിച്ച് ട്രേഡ് യൂണിയൻ അവരത് ഫോം ചെയ്തു. അതിനെയാണ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആർക്കെതിരായിട്ട്? എഗൻസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഗെറ്റ് മാക്സിമം ഹെൽപ്പ് ഫ്രം ദിസ് യൂണിയൻ. ആ യൂണിയനിൽ നിന്ന് മാക്സിമം ഹെൽപ്പ്, അതോടുകൂടി മാനേജ്മെന്റിൽ നിന്നും പല കാര്യങ്ങളും അവർക്ക് യൂണിയൻ വഴി നേടിയെടുക്കാനും പറ്റും. The primary objective of the trade union is safeguard the economic right of the workers. Underline ചെയ്തിട്ടെ. അപ്പൊ എന്താണ് ആ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ട്രേഡ് യൂണിയന്റെ? is to safeguard. safeguard ചെയ്യാന്ന് വെച്ചാൽ എന്താണ് safeguard? safeguard ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷിക്കുക അല്ലെ? Safeguard the economic right of the workers with the help of എന്തിന്റെ സഹായത്തോടെ? collective bargaining and also by asserting pressure on the management using political and economic status. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മാനേജ്മെന്റില് ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെയും അതുപോലെ ഈ എംപ്ലോയറിന്റെ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് റൈറ്റ്സ് അതിനെ സംരക്ഷിക്കുന്നതിലൂടെയും ഒക്കെയാണ് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഈ ട്രേഡ് യൂണിയന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. The primary objectives of trade union is to safeguard the economic right of the workers. സാമ്പത്തിക അവകാശങ്ങൾ, വർക്കേഴ്സിന്റെ സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കുക. With the help of എന്തിന്റെ സഹായത്തോടുകൂടി? കളക്റ്റീവ് ബാർഗെയിനിങ്, ഒരു കൂട്ടായ വിലപേശല്, അതിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു അല്ലെ? മാനേജ്മെന്റ് വർക്കേഴ്സും അല്ലെങ്കിൽ യൂണിയൻ അതിനകത്ത് ഉണ്ട്. ഈ വർക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് യൂണിയൻ ഉണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ആ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സഹായത്തോടു കൂടി വർക്കേഴ്സിന്റെ സാമ്പത്തിക അവകാശങ്ങള് അല്ലെ അത് സേഫ്ഗാർഡ് ചെയ്യാൻ, സംരക്ഷിക്കുക. അതാണ് ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ എന്താ? ആൻഡ് ഓൾസോ ബൈ അസർട്ടിംഗ് പ്രഷർ ഓൺ ദ മാനേജ്മെന്റ് യൂസിങ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്. പിന്നെ അതുകൂടാതെ എന്താണ് പറഞ്ഞേക്കുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഈ ഒരു എക്കണോമിക് സ്ട്രാറ്റജീസ്, സാമ്പത്തികമായിട്ടുള്ള ഒരു തന്ത്രങ്ങള്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രാറ്റജീസ്, രാഷ്ട്രീയമായ സാമ്പത്തികമായ തന്ത്രങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെന്റില് പ്രഷർ ചെലുത്തിക്കൊണ്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സഹായത്തോടു കൂടിയും വർക്കേഴ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ്. അൺഫൈൻ ചെയ്തോട്ടെ. അത് safeguard the economic rights of the workers. Clear ആയോ നോക്കിയത്? വർക്കേഴ്സ് ആൻഡ് their organization. ഓക്കെ ആണോ? ഓക്കെ. അതായത് നമ്മള് വർക്കേഴ്സും ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷനെ പറഞ്ഞേക്കുന്നത്. വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവിടെ ട്രേഡ് യൂണിയൻ ഉള്ളത്. അപ്പോ ഈ മാനേജ്മെന്റുമായിട്ടുള്ള പല കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കുന്നത് എന്തിലൂടെ ആയിരിക്കും? അവര് ട്രേഡ് യൂണിയൻ വഴിയായിരിക്കും അല്ലെ? അവർക്കുടെ യൂണിയനാണ്. അപ്പൊ അത് വഴിയായിരിക്കും അവര് പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് ആ ട്രേഡ് യൂണിയന്റെ? safeguard the economic rights of the worker. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. വർക്കേഴ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുക. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ട്രേഡ് യൂണിയൻ. ഇപ്പം ഈ മാനേജ്മെന്റ് എന്തെങ്കിലും അവരിൽ ഫോഴ്സ് ചെയ്യോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒക്കെ ഇതൊക്കെ ഉണ്ടായാൽ അവിടെ ആരിടപെടും? ട്രേഡ് യൂണിയൻ ഇടപെടും.
അല്ലെ? എന്നിട്ട് അവരുടെ അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവർക്ക് കൊടുക്കണം. അവരുടെ അവകാശങ്ങള് ട്രേഡ് യൂണിയൻ എന്ത് വഴി അവർക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി രണ്ടാമത്തെയാണ് എംപ്ലോയർ ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. എംപ്ലോയറും വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. ഇനി നമുക്ക് ഒരുപാടൊന്നും ഇല്ല, അതുകൊണ്ട് ഒരുപാട് സ്പീക്കറൊന്നും പോകണ്ട, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. ഏകദേശം അത് കുറച്ച് ക്ലാസ് മതിയാവും. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൊണ്ട് എന്തായാലും നമ്മുടെ ഇനിയുള്ളത് തീരും കേട്ടോ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കാലോ നമുക്ക്. ഒബ്ജക്റ്റീവ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേര് കേട്ടോ. സാന്ദ്ര, ശരണ്യ, ലക്ഷ്മി, സോണി ഓക്കെയാണ്. രണ്ടാമത്തെയാണ് എംപ്ലോയറും അവർക്കുടെ ഓർഗനൈസേഷനും. എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. എംപ്ലോയറും അവർക്കുടെ ഓർഗനൈസേഷനും. എംപ്ലോയേഴ്സ് ആർ എ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിലെ വളരെ പ്രധാനപ്പെട്ട വേരിയബിൾ ആണ് ആര്? എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സ് ആർ എ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇൻഡസ്ട്രിയൽ റിലേഷനിലെ വളരെ പ്രധാനപ്പെട്ട വേരിയബിൾ ആണ് ആര്? എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയർ ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ അല്ലേ? എംപ്ലോയർ ഇല്ലെങ്കിൽ അവിടെ കാര്യമില്ല. എംപ്ലോയറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹി is the one who is responsible for giving job to the workers. അപ്പൊ എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഗിവിംഗ് ജോബ് ടു ദ വർക്കേഴ്സ് അല്ലെ? വർക്കേഴ്സിന് ജോലി കൊടുക്കാം, വർക്കേഴ്സിന് ജോലി കൊടുക്കുക. പേയിങ് ദ വേജസ് ആൻഡ് പെർക്സ്, അവർക്കുള്ള കൂലി, പെർക്സ് ആനുകൂല്യങ്ങള് ഇതെല്ലാം കൊടുക്കുക. ആൻഡ് കൺട്രോളിംഗ് ദ വർക്ക് റിലേഷൻസ് കൺട്രോൾ ചെയ്യുക. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പല റൂൾസ് റെഗുലേഷൻസ്, നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുക? വർക്ക് റിലേഷൻസ് കൺട്രോൾ ചെയ്യുക. ആൻഡ് ബൈ എൻഫോഴ്സിംഗ് ലേബർ ലെജിസ്ലേഷൻ, എൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക, തൊഴിൽ നിയമങ്ങള് മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കിക്കൊണ്ട് ഒക്കെ എന്ത് ചെയ്യുക? ഈ വർക്കേഴ്സിന് ജോലി കൊടുക്കുക, വേജ് ആൻഡ് പെർക്സ് നൽകുക, വർക്ക് റിലേഷൻസ് കൺട്രോൾ ചെയ്യുക. പിന്നെ അത് ബൈ എൻഫോഴ്സിംഗ് ലേബർ ലെജിസ്ലേഷൻസ്, തൊഴിൽ നിയമങ്ങള് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. The workers is expected to abide by the rules and laws. ഈ വർക്കേഴ്സ് എന്ന് പറഞ്ഞ എപ്പോഴും എന്താണ്? അവിടെ അവരും അവർക്കുടേതായ കാര്യങ്ങളുണ്ട്, റൂൾസ് ആൻഡ് ലോസ് ഉണ്ട്. അത് അവരും അതെന്ത് ചെയ്യണം? പാലിക്കണം. വർക്കേഴ്സിന് വർക്കേഴ്സിന് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ കമ്പനി പറയുന്നത് ആര്? വർക്കേഴ്സ് അല്ലെ? തൊഴിലാളികള് അത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മാനേജ്മെന്റ് എടുക്കുന്ന കാര്യങ്ങള് അവരത് എന്താ പറയാ, അതിനെ ഫോളോ ചെയ്ത് തന്നെ വന്നു. He is also expected to give his full effort into the task. അപ്പോ ഇതിനു വേണ്ടി ആരാണ് അതിന് ഫുൾ എഫേർട്ട് എടുക്കുന്നത്? എംപ്ലോയർ തന്നെയാണ് അല്ലെ? എംപ്ലോയർ അല്ലേ? എംപ്ലോയർ ഈസ് ഓൾസോ എക്സ്പെക്ടഡ് ടു ഗീവ് ഹിസ് ഫുൾ എഫേർട്ട് ഇൻ ടു ഹിസ് ടാസ്ക്. ആ ഒരു ടാസ്കിന് വേണ്ടി ഫുൾ എഫേർട്ട് നൽകുന്നത് ആരാണ്? ഈ എംപ്ലോയർ തന്നെയാണ്. An industrial dispute occurs when the workers and employees have a conflicting expectation. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്യൂട്ട്, തർക്കങ്ങള്. ഒരു വ്യവസായ തർക്കങ്ങള് എപ്പോഴാണ് ഉണ്ടാകുന്നത്? When the workers and the employees have a conflicting expectation. അവർക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ വരുമ്പോഴാണ് എന്ത്? ഒരു വ്യവസായ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. മാനേജ്മെന്റും നമ്മുടെ ഈ എംപ്ലോയിയും ഒക്കെ കട്ടയ്ക്ക് ഒരുമിച്ച് എല്ലാ കാര്യത്തിനും ഫുള്ള് സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ? ഒരു വ്യവസായ തർക്കങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വർക്കേഴ്സും എംപ്ലോയറും തമ്മില്
അവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പൊ അവര് പറയുന്നത് ചിലപ്പോ എംപ്ലോയിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരും. എംപ്ലോയി പറയുന്ന കാര്യങ്ങള്, അവകാശങ്ങൾ, കാര്യങ്ങൾ ചിലപ്പോ കമ്പനിക്ക് ചിലപ്പോ കൊടുക്കാൻ ഫുള്ളായിട്ട് അവർക്കത് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് തമ്മില്, വർക്കേഴ്സും എംപ്ലോയേഴ്സും തമ്മില് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഒരു വ്യവസായ തർക്കങ്ങള് ഉണ്ടാകുന്നത്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ആ പാരഗ്രാഫിലെ രണ്ടാമത്തെ സെന്റൻസ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി employer usually have a greater power of bargaining than the workers. ഇനി ആർക്കാണ് അവിടെ കൂടുതൽ പവർ എന്ന് പറഞ്ഞേ? എംപ്ലോയറിനാണോ വർക്കേഴ്സിനാണോ? ഇതിപ്പോ എന്താ പറയാ, നമ്മുടെ ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിനകത്ത് നമുക്കായിരിക്കും അവിടെ കൂടുതൽ പവർ ആണോ? എംപ്ലോയറിനാണോ വർക്കറിനാണോ കൂടുതൽ പവർ? ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി ഇട്ട് കഴിഞ്ഞ് ഞാൻ അതിന്റെ ഓണറാണ്. അപ്പൊ ആർക്കാ പവർ അവിടെ? ആർക്കാ പവർ? എംപ്ലോയറിനാണോ പവർ? വർക്കേഴ്സിനായിരിക്കും അവിടെ കൂടുതൽ പവർ. ആർക്കാ? ആർക്കാണ് പവർ? ഇവിടെ ഇല്ലേ ആരും? ഇത്രയും ദിവസം ചൂടൊക്കെ ആയിരുന്നു, ഇന്നിപ്പോ തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ടാണോ ആരും ഒരു റെസ്പോണ്ട് ഇല്ലാതിരിക്കണേ? റെസ്പോൺസ് ഇല്ലാതിരിക്കണേ എന്ത് പറ്റി? എംപ്ലോയറില് എംപ്ലോയറിനാണെന്ന് ശ്രീലക്ഷ്മി അവിടെ ഇട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ അവിടെ ഉണ്ടോ ഒന്നും കൂടി എനിക്കറിയണ്ടേ? ഓക്കെ, അവിടെ ഉണ്ട്. കുറച്ചു പേരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ എംപ്ലോയറിന് തന്നെ ആയിരിക്കും അല്ലെ ഒരു പവർ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ബട്ട് വെൻ കമ്പയർഡ് വിത്ത് ദ ട്രേഡ് യൂണിയൻ, അവിടെ ഈ എംപ്ലോയറിനാണ് നമ്മൾ പറഞ്ഞു, അവർക്കാണ് കൂടുതൽ അധികാരം, ശരി, പവർ. പക്ഷേ അവിടെ നമ്മുടെ എംപ്ലോയി ഒറ്റയ്ക്കല്ല. അവിടെ ആരുണ്ട്? എംപ്ലോയിനെ സഹായിക്കാൻ ആരുണ്ട്? അവിടെ ഹെൽപ്പ് ചെയ്യാൻ ട്രേഡ് യൂണിയൻ ഉണ്ട്. അപ്പോൾ ബട്ട് വെൻ കമ്പയർഡ് വിത്ത് ട്രേഡ് യൂണിയൻ, ട്രേഡ് യൂണിയനുമായിട്ട് മത്സരിക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ their power is considerably low. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാനും നിങ്ങളും, ഇപ്പൊ ഞാൻ ലക്ഷ്മി, ഞാനിപ്പോ ഇവിടെ എംപ്ലോയർ ആണ്, ലക്ഷ്മിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരാളാണ് അല്ലെ? അപ്പൊ അവിടെ പവർ എനിക്ക് തന്നെയാണ്. പക്ഷെ ലക്ഷ്മി ഒറ്റയ്ക്കല്ല, ആ യൂണിയനും കൂടിയാണ് വരുന്നത്. ലക്ഷ്മി ഒരാളായിട്ടല്ല, യൂണിയന്റെ ഒരു ഇതായിട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഞാൻ ഇച്ചിരി താഴൂല്ലേ അല്ലെ? അവിടെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയൊരു ശക്തിയാണ് അവിടെ, യൂണിയനാണ് അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഫയർ ചെയ്ത് നിൽക്കാൻ പറ്റില്ലേ അവിടെ, കണ്ടോ? ബട്ട് കമ്പയർഡ് വിത്ത് ട്രേഡ് യൂണിയൻ, ഈ ട്രേഡ് യൂണിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ their power is considerably low. അവർക്കുള്ള അധികാരം എന്ന് പറയുന്നത് എങ്ങനെയാ? താരതമ്യേന കുറവ് തന്നെയാ. എംപ്ലോയറിനൊപ്പം അത്രയും പവർ പറയാൻ പറ്റൂല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് യൂണിയനാണ്, അവിടെ ട്രേഡ് യൂണിയനാണ്. ഒത്തിരി ആളുകൾ ചേർന്നതാണ് അല്ലെ? ഒത്തിരി എംപ്ലോയീസ് ചേർന്ന ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻ. അപ്പൊ അത്രയും ആളുകൾ ഇത് നിൽക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ഒരു എംപ്ലോയറിന്റെ അധികാരം എന്ന് പറയുന്നത് താരതമ്യേന കുറവ് തന്നെയാ. To balance the situation, അപ്പൊ ഉണ്ടല്ലോ ആ സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് അറ്റ് par with the trade union. അപ്പോ ട്രേഡ് യൂണിയൻ എംപ്ലോയിനെ ട്രേഡ് യൂണിയൻ ഹെൽപ്പ് ചെയ്തോളും. അപ്പോ ഇവരുമായിട്ട് ബാലൻസ് ചെയ്യാൻ, ആ സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ എംപ്ലോയർ ഒറ്റയ്ക്കല്ലല്ലോ, അവർക്ക് ആരുണ്ട്? എംപ്ലോയറിന് ആരുണ്ട്? എംപ്ലോയർ ഓൾസോ ഹാവ് ദെയർ ഓർഗനൈസേഷൻ. കണ്ടോ? അപ്പോ എംപ്ലോയർ അവിടെ ഒറ്റയ്ക്കല്ല, എംപ്ലോയറിനും എന്തുണ്ട്? അവർക്കുടെ കാര്യങ്ങൾ പറയാനും എംപ്ലോയറിന്റെ ഭാഗത്ത് നിൽക്കാനും ഒക്കെ അവർക്കും അവരുടേതായ ഓർഗനൈസേഷൻ ഉണ്ട്, എംപ്ലോയർ ഓർഗനൈസേഷൻസ് ഉണ്ട്. These organizations pressurize both the government and the trade union and safeguard employees' well-being. കണ്ടോ? ഈ എംപ്ലോയറിന്റെ ഈ ഓർഗനൈസേഷൻ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രേഡ് യൂണിയൻ ഇല്ലേ, അപ്പൊ ട്രേഡ് യൂണിയനെയൊക്കെ സമ്മർദ്ദത്തിലാക്കുകയും എംപ്ലോയറിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, എംപ്ലോയറിന്റെ ക്ഷേമത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ നോക്കിയത്?
സെക്കൻഡ് പാരഗ്രാഫിലെ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ആണ്, ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എംപ്ലോയിക്ക് ട്രേഡ് യൂണിയൻ ഉള്ളതുപോലെ എംപ്ലോയറിന്റെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? എംപ്ലോയർക്ക് അവിടെ ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ ആ പാരഗ്രാഫിൽ പറഞ്ഞത് ഈ എംപ്ലോയറും എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഒരു പ്രധാനപ്പെട്ട വേരിയബിൾ തന്നെയാണ്, ഇമ്പോർട്ടന്റ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. വർക്കേഴ്സിന് ജോലി കൊടുക്കുക, വേജ് പെർക്ക് കാര്യങ്ങൾ കൊടുക്കുക, വർക്ക് റിലേഷനെ കൺട്രോൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലേബർ ലെജിസ്ലേഷൻ അതെങ്ങനെ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ എംപ്ലോയറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, അതായത് തർക്കങ്ങൾ, വ്യവസായ തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ എംപ്ലോയറും വർക്കേഴ്സും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ വ്യവസായ തർക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എംപ്ലോയറിന് തന്നെയാണ് എന്താണ് പവർ വർക്കേഴ്സുമായിട്ടുള്ള ബാർഗെയിനിങ്, അവര് തമ്മിലുള്ള ചർച്ചകളിലൊക്കെ ഏതാണ് പവർ എംപ്ലോയറിന് തന്നെയാണ്. പക്ഷേ കമ്പയർ ടു ട്രേഡ് യൂണിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പവർ എന്ന് പറയുന്നത് എങ്ങനെയാ? താരതമ്യേന കുറവ് തന്നെയാണ്. ഇതിനെ ഈ ഒരു സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ എംപ്ലോയിക്ക് ട്രേഡ് യൂണിയൻ ഉള്ളതുപോലെ തന്നെ എംപ്ലോയറിന് എന്തുണ്ട്? അവരുടെ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ഈ ഓർഗനൈസേഷൻ, എംപ്ലോയറുടെ ഓർഗനൈസേഷൻ ഗവൺമെന്റിനെയും ട്രേഡ് യൂണിയനെയും സമ്മർദ്ദത്തിലാക്കുകയും അതുപോലെ എംപ്ലോയറിന്റെ ക്ഷേമത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ്, സംശയമില്ലല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ആരാണ് അവിടെ ഉള്ളത്? ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഉണ്ട്. ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി എ കെയർ ടേക്കർ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷന്റെ കെയർ ടേക്കർ ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലേ? നമ്മുടെ നേഷന്റെ കെയർ ടേക്കർ എന്ന് പറഞ്ഞ പരിപാലകൻ ആരാണ്? ഗവൺമെന്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മളെ സംരക്ഷിക്കുന്നത് ആര് തന്നെയാണ്? ഗവൺമെന്റ് ആണ്. Therefore, it is playing a balancing role. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു ബാലൻസിങ് റോൾ ഉണ്ട്. It affects the industrial relation by formulating the policy of labor and industrial relation, implementing labor legislation, act as a mediator and resolves disputes, etc. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ എന്താണ് ഈ നമ്മുടെ ഈ ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസി ഓഫ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, തൊഴിൽ വ്യവസായ ബന്ധങ്ങളുടെ പോളിസി, നയങ്ങള് രൂപീകരിക്കുന്നു ഗവൺമെന്റ്. ഗവൺമെന്റ് കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഇൻഡസ്ട്രിയൽ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് തൊഴിൽ പോളിസികള്, ലേബർ പോളിസികള് രൂപപ്പെടുത്തുന്നുണ്ട്. ഇംപ്ലിമെന്റിംഗ് ലേബർ ലെജിസ്ലേഷൻ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഗവൺമെന്റ്. ആൻഡ് ആക്ട് ആസ് എ മീഡിയേറ്റർ, ഒരു മീഡിയേറ്റർ ഇടനിലക്കാരനായിട്ടും നിൽക്കുന്നുണ്ട്. ആൻഡ് റിസോൾവ്സ് ഡിസ്പ്യൂട്ട്, ഈ തർക്കങ്ങളെയൊക്കെ പരിഹരിക്കാനും ഒക്കെ ഈ എംപ്ലോയിക്കും എംപ്ലോയറിനും ഇടയില് ഒരു മീഡിയേറ്റർ ആയിട്ടും ആര് നിൽക്കുന്നുണ്ട്? ഈ ഗവൺമെന്റ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുക്കുന്ന കാര്യങ്ങള് ആര്? എംപ്ലോയറും എംപ്ലോയിക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ എംപ്ലോയറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എംപ്ലോയർ ചെയ്യണം, എംപ്ലോയിക്ക് ബാധകമായിരുന്ന കാര്യങ്ങൾ അവരെ ചെയ്യണം. കണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയേറ്റർ പോലെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ആ എന്താണ് തർക്കങ്ങള്, ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന തർക്കങ്ങള്, അതിനെ ഒരു സോൾവ് ചെയ്യാൻ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഇന്റൻഡ് ടു, അതൊന്ന് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ആ സെന്റൻസ് രണ്ടാമത്തെ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. നമ്മുടെ നേഷന്റെ
കെയർ ടേക്കർ, പരിപാലകൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെയാണ്. It intends to be control the working and the behavior of both the employee and the employer in an organization. ഗവൺമെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? വർക്കേഴ്സ് വർക്കിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ബോത്ത്. ആ എംപ്ലോയിയുടെ വർക്കിംഗ് ബിഹേവിയർ അതിനെ നിയന്ത്രിക്കാൻ, എംപ്ലോയറിന്റെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒരു ഓർഗനൈസേഷനിലെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിക്കും എംപ്ലോയറിനും ബാധകമാകുന്ന, രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള വർക്കിംഗ് ബിഹേവിയർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലോസ് ആണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. The central and the state government control and affect the industrial relation using laws. കണ്ടോ എന്ത് ചെയ്യുന്നു? The central and state government control and affect the industrial relation എങ്ങനെ? ലോസ് ഉപയോഗിച്ച്, പല എഗ്രിമെന്റിലൂടെ, അവാർഡ്സ് ഓഫ് കോർട്ട്, ഇതൊക്കെ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇതിലൂടെയാണ് യൂസിങ് ലോസ്, എഗ്രിമെന്റ് ആൻഡ് അവാർഡ്സ് ഓഫ് കോർട്ട് etc. Third parties and the labor and the tribunal courts some in this category. ആരൊക്കെയാണ് വരുന്നത്? ആരൊക്കെ വരുന്നത്? Third parties and the labor and the tribunal court come in this category. അതൊന്നും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, രണ്ടുപേരെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ നിയമങ്ങള് രണ്ടുപേർക്കും ബാധകമാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷനെ കൺട്രോൾ ചെയ്യാൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതിലൂടെ? പല നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട്, പല എഗ്രിമെന്റുകളിലൂടെ, അവാർഡ് ഓഫ് കോർട്ട് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവര് ഇന്ത്യൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കിയ തേർഡ് പാർട്ടീസ് ആൻഡ് ലേബർ ആൻഡ് ട്രിബ്യൂണൽ കോർട്സ് കം ഇൻ ദിസ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ വരുന്ന ആരൊക്കെയാണ് അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. 3 കാര്യങ്ങളാണ് എംപ്ലോയർ റിലേഷനിലെ ആക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അവരുമായിട്ടുള്ള റിലേഷൻസുമാണ് നമ്മൾ നോക്കിയത്. വർക്കേഴ്സ്, എംപ്ലോയേഴ്സ്, ഗവൺമെന്റ്. അപ്പൊ വർക്കറിന് ആരുണ്ട്? വർക്കേഴ്സിന്റെ ട്രേഡ് യൂണിയൻ ഉണ്ട്. എംപ്ലോയറിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്. ഗവൺമെന്റ്, സ്റ്റേറ്റ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഈ കോർട്ടുകളും ട്രിബ്യൂണൽസും ഉണ്ട്. അവാർഡ്സ് ഓഫ് കോർട്ട്, കോർട്ടുകളും ട്രിബ്യൂണൽസും ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, വായിച്ചു നോക്കിയത് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് കൂടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, ഇനി കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻ. ഒരു എംപ്ലോയി റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻ. എംപ്ലോയി റിലേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എംപ്ലോയി റിലേഷൻ.
ഒരു എംപ്ലോയർ റിലേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, താഴെ പറയുന്ന ഫാക്ടേഴ്സ്. അത് നോക്കാം. ഇത് ജസ്റ്റ് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ഇൻക്ലൂഡഡ്, which of the following comes under the factors influencing industrial relation. അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ കീഴിൽ വരുന്ന ഏതാണെന്നോ അത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്. ഓക്കെ, അത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഇത് കണ്ടില്ലേ, അത് ആ ഡയഗ്രാം അങ്ങനെ തന്നെ നിങ്ങളൊന്ന് നോക്കി വെച്ചേരെ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഒന്നാമത്തെ ആരാണ്? ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ, അപ്പൊ നമ്മൾ പലരും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ചെയ്യാതെ സ്വാധീനിക്കുക എന്തൊക്കെയാണെന്ന് നോക്കി. എക്കണോമിക് ഫാക്ടേഴ്സ്, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സ്, എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പൊ എക്കണോമിക് അത് ഡീറ്റെയിൽ അടുത്ത പേജിൽ വരുന്നുണ്ട്. നമ്മുടെ സാലറി, പിന്നെ അതൊക്കെ പൈസയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. സാലറി, ബോണസ്, രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഈ കാര്യങ്ങളെല്ലാം എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നു. സാലറി, ബോണസ്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഇതെല്ലാം എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ അത് ടെക്നോളജിയാണ്. അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകള്, അല്ലെ, മെഷീൻസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ്, ആ ജോലിയുടെ രീതികളിൽ തന്നെ മാറ്റം വരും, അല്ലെ, മാറ്റം വരും. അപ്പോ എന്താണ്, ആ ഒരു ബന്ധങ്ങളെയും അത് സ്വാധീനിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മള് പണ്ടത്തെ ഇതനുസരിച്ച് നമ്മൾ സ്റ്റാഫുകൾ കൂടുതലാണ്, അല്ലെ. ഒരു സ്ഥാപനത്തില് നമ്മളൊരു ഇൻഡസ്ട്രി ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ കൂടുതലുണ്ട്, ഇല്ലേ. എല്ലാരും ആളുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇങ്ങനെയുള്ള ടെക്നോളജി ഡെവലപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ആളുകളാണ്. അപ്പൊ ആ എംപ്ലോയറിന് കുറെ എന്താണ് നമ്മുടെ സ്റ്റാഫുകളുമായിട്ടും ഒക്കെ നല്ലൊരു റിലേഷൻ അവിടെ ഉണ്ട്. അവര് തമ്മിലും എംപ്ലോയിയും തമ്മിലുള്ള ഒരു നല്ല റിലേഷനൊക്കെ കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഈ ഇതുപോലെ ഈ ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് സ്റ്റാഫ്സിന്റെ എണ്ണം കുറവല്ലേ, അല്ലേ, ഇല്ലേ. അങ്ങനെ വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 ആളുകൾക്ക് പകരം ചിലപ്പോ ഒരാൾ മതിയാവും, ബാക്കി മുഴുവനും മെഷീൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാരും 10 ആളുകൾ ചെയ്യുന്ന വർക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഒരാൾ ഇരുന്ന് ചെയ്യാൻ വളരെ വേഗം, അല്ലേ. ഇതൊക്കെ നമുക്ക് നേരെ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കണക്കും കാര്യങ്ങളും ഒന്നും ബുക്കെടുത്ത് ഇങ്ങനെ കൂട്ടിയും കഴിച്ചും കണക്കൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അല്ലെ. വളരെ സേഫ് ആയിട്ടും നമുക്ക് അതുപോലെ തന്നെ ഇതാക്കും. എന്താണ്, നമുക്കത് ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ആളുകളുടെ എണ്ണം കുറവും മതി ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു എംപ്ലോയി റിലേഷനെ, ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം ടെക്നോളജി, സാങ്കേതിക വിദ്യകള്, അതിന്റെ ഡെവലപ്മെന്റ്. അത് നമുക്ക് ഡീറ്റെയിൽ അപ്പുറം ഉണ്ട് കേട്ടോ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈ അടുത്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. എംപ്ലോയീസിന്റെ പശ്ചാത്തലം, അവർക്കുടെ സംസ്കാരം, അല്ലെ, സാമൂഹ്യ മൂല്യങ്ങള്, ഇതെല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇനി അടുത്ത നോക്കിയേ, ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്. ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ട്രേഡ് യൂണിയൻ, തൊഴിലാളികളുടെ നമ്മുടെ വർക്ക്, ട്രേഡ് യൂണിയൻ ഓർ വർക്കേഴ്സ് അസോസിയേഷൻ. ഇനി നമ്മള് എംപ്ലോയറുടെ അസോസിയേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ, എംപ്ലോയറുടെ അസോസിയേഷൻ. ഇവരൊക്കെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പിന്നെ അടുത്ത രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമുക്കൊരു കമ്പനിക്കുള്ളിലെ മാനേജ്മെന്റ്, അവരുടെ ശൈലി, സാഹചര്യം, നിയമങ്ങള്, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ റിലേഷനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആഗോളവൽക്കരണവും അതുപോലെ അന്താരാഷ്ട്ര വിപണികളിലെ മാറ്റവും, ഈ തൊഴിൽ മേഖലയിലെ ഇൻഡസ്ട്രിയൽ റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ പേരുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ.
factors influencing industrial relation. Okay, economic factors, technological factors, social and cultural factors, global factors, organizational factors, political factors, institutional factors. Institutional factors, institution, trade union, എംപ്ലോയർ അസോസിയേഷൻ ഒക്കെ അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഇതെല്ലാനും ഇൻഡസ്ട്രിയൽ റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ്, സ്ട്രക്ചർ ഓഫ് ദ എക്കണോമി. എക്കണോമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചർ അതെങ്ങനെയാക്കാം? സോഷ്യലിസ്റ്റ് ആവാം, ക്യാപിറ്റലിസ്റ്റ് ആവാം, ഓർ മിക്സ്ഡ് ആകാം. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യലിസ്റ്റ് പൊതു ഉടമസ്ഥതയിലുള്ളത് അല്ലെ, അതായത് സർക്കാരിന്റെയൊക്കെ സർക്കാർ ഉടമസ്ഥതയിൽ വരുന്നതാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താ? സ്വകാര്യ ഉടമസ്ഥത നിലനിർത്തുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉടമസ്ഥത നിലനിർത്തുന്നത്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്വകാര്യ ഉടമസ്ഥത നിലനിർത്തുന്നത്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ അതാണ് എക്കണോമിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു 3 രീതിയിലാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സ്ഡ്. അപ്പൊ ഈ സ്ട്രക്ചർ ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിൻ ദ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിനെ നിർണ്ണയിക്കുന്നതാണ് ഈ സ്ട്രക്ചർ ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, സാമ്പത്തിക ഘടകങ്ങളെ നിർണ്ണയിക്കുന്നുണ്ട്. ഡിറ്റർമിൻ ദ എക്കണോമിക് ഫാക്ടേഴ്സ്. The character and the composition of the workforce. നമ്മുടെ വർക്ക് ഫോഴ്സിന്റെ സ്വഭാവവും അവരുടെ കോമ്പോസിഷനും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. ഡിമാൻഡ് സപ്ലൈ, നമ്മുടെ ലേബേഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും. ആൻഡ് ദ അസോസിയേഷൻ ഓഫ് ലേബർ, ലേബർ അസോസിയേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഇതെല്ലാനും എന്തിനെ സ്വാധീനിക്കുന്നു? ഈ വർക്കേഴ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, പൊസിഷൻ, എക്കണോമിക് പൊസിഷനെ സ്വാധീനിക്കും. വർക്ക് ഫോഴ്സിന്റെ എക്കണോമിക് പൊസിഷനെ നിർണ്ണയിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഏതാണ്? character and the composition of the workers, demand and the supply of the labor, and the association of labor would determine the economic position of the workforce, and also the strength of the bargaining which are affected. അപ്പൊ അതുപോലെ രണ്ടാമത്തെയാണ് ഈ ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപേശുക അല്ലെ, ചർച്ച, ഇത് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ ആ 2 കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് അവിടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങള്? എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഓൾസോ ദ സ്ട്രെങ്ത് ഓഫ് ദ ബാർഗെയിനിങ്. ബാർഗെയിനിങ് സ്ട്രെങ്ത്തും എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സും ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? നോക്കി. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ചോദിക്കട്ടെ. ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സും സ്ട്രെങ്ത് ഓഫ് ദ ബാർഗെയിനിങ്. ബാർഗെയിനിങ് സ്ട്രെങ്ത്തും ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. അതും ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഗവൺമെന്റ് പോളിസി, ഗവൺമെന്റിന്റെ പോളിസി. ലേബർ ലോസ്, ലേബർ ലോസ്, തൊഴിലാളി നിയമങ്ങള്. വർക്കിംഗ് ഓഫ് ലേബർ കോർട്ട് ഓർ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്, വർക്കിംഗ് ഓഫ് ലേബർ കോർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ വ്യവസായ ട്രിബ്യൂണൽസ്. ഇതെല്ലാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിക്കാം നമുക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ വരുന്നത് ഏതാണ്? ഏതാണ്? ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ കോർട്സ്
or industrial tribunals comes under institutional factors വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. അപ്പൊ ഇതിനകത്ത് നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാം ഓരോന്നിലും. ഇപ്പൊ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏത്, എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് ഏത്, അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടണം അവിടെ. ഇനി അടുത്ത നോക്കിയ അവിടെ ട്രിബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻ, അത് മൊത്തം ഉണ്ട് കേട്ടോ. ലേബർ യൂണിയനുകള്, പിന്നെ എംപ്ലോയിയുടെ ഓർഗനൈസേഷൻസ്, ട്രേഡ് യൂണിയൻ, എംപ്ലോയി ഓർഗനൈസേഷൻ, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിൽ വരുന്ന ആ ഒരു ഒന്നാമത്തെ സെന്റൻസ് ഫുൾ ആയിട്ടാണ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. The industrial relation scenario is also affected by the religious and social institution by way of existing value system and by ensuring their compliance. Example, gender-based bias existing in a certain industry and countries. Appa government inde nayangala nammala തൊഴിൽ നിയമങ്ങള്, ലേബർ കോഡ് or industrial tribunals, ലേബർ യൂണിയൻ, എംപ്ലോയി ഓർഗനൈസേഷൻ, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, ഈ നമുക്ക് ഈ നിലവില് നമുക്കുള്ള എക്സിസ്റ്റിംഗ് വാല്യൂ സിസ്റ്റം, നിലവിലുള്ള മൂല്യവ്യവസ്ഥകളും മതപരവും സാമൂഹ്യപരമായിട്ടുള്ള സ്ഥാപനങ്ങളും നിയമങ്ങൾ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഉറപ്പുവരുത്തുക. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. അപ്പൊ നമ്മുടെ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള മൂല്യവ്യവസ്ഥകള് അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുന്നതിലൂടെ നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ, വ്യവസായ ബന്ധങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. The industrial relation scenario ആരെന്തെന്ന് പറഞ്ഞാൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, റിലീജിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ നിലവിലുള്ള വാല്യൂ സിസ്റ്റം പാലിക്കുന്നുണ്ടോ അല്ലേ. അപ്പൊ അതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്ക് നോക്കിയേ, ജെൻഡർ ബയാസസ്. ഇപ്പൊ നമ്മൾ ജെൻഡർ മെയിൽ ഫീമെയില് അതിന്റെ ഉള്ളിലുള്ള അത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ ചില ഇൻഡസ്ട്രിയിലെ കൺട്രീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ ഈ ഗവൺമെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഈ എന്താണ് ഇപ്പൊ നമുക്കിപ്പോ യൂണിയന്, ഇപ്പൊ എംപ്ലോയിനെ പ്രതിനിധീകരിച്ച് യൂണിയൻ ഉണ്ട്. അപ്പൊ യൂണിയനില് അവരത് ശക്തമായിട്ട് അത് എതിർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അത് പറ്റില്ല അല്ലെ. അപ്പൊ അന്നാണ് ഇപ്പൊ നിലവിലുള്ള വാല്യൂ സിസ്റ്റം എന്താണ്, അവര് ഈ എന്താണ് നിലവിലുള്ള ആ ഒരു അതുവരവും സാമൂഹികമായ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ ആ റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ചിലപ്പോൾ ചില സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ കൺട്രീസിൽ ഇപ്പോഴും ആ ജെൻഡർ ബയാസസ് നിലനിൽക്കുന്നുണ്ടെന്നാ പറയണേ. അപ്പൊ എന്താണ്, അവര് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിലവില് ഈ നമ്മുടെ മതപരവും സാമൂഹികമായ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴത് എന്താണ് ആ ലോസ് കറക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ പാടില്ല എന്നുള്ളതുണ്ട്. അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ നോക്കി? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഫസ്റ്റ് സെന്റൻസ് മാത്രം നിങ്ങൾ അതിൽ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. എക്കണോമിക് ഫാക്ടേഴ്സിലെ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ബാർഗെയിനിങ് ഇത് ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ഇനി അടുത്തതാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ടെക്നോളജി, ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദ മെത്തേഡ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര.
ഇതിനകത്ത് വരുന്ന ഏതാണ്? നമുക്കറിയാം ടെക്നോളജിക്കലി നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും എന്താ വളരെയധികം വികസിച്ചിട്ടുണ്ട്. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, അതിന്റെ പ്രൊഡക്ഷൻ മെത്തേഡുകള്, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, എല്ലാം കമ്പ്യൂട്ടർ ആക്കി ഓട്ടോമാറ്റിക് ആക്കി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓട്ടോമേഷൻ ഇതെല്ലാനും ഈ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഈ എന്താണ് ഇതിനെയൊക്കെ ഒത്തിരി അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഇത് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ ഇതൊക്കെ ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. An organization that is technologically more advanced. അപ്പോൾ ടെക്നോളജിക്കലി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം എന്താണ്, നീഡ്സ് ലെസ്സർ ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ അവർക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ കുറച്ച് പോലെ ടെക്നോളജിക്കൽ ഭയങ്കര എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാം ഭയങ്കര ടെക്നോളജിയാണ്. അപ്പൊ അങ്ങനെയുള്ളടത്ത് എന്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ മനുഷ്യന്റെ ഇത് കൂടുതൽ മൂലധനം ഹ്യൂമൻ ക്യാപിറ്റൽ അവിടെ കുറവ് മതി, ലെസ്സർ human capital മതി. ആൻഡ് ഹെൻസ് ബാർഗൈനിങ് പവർ ഓഫ് ദ എംപ്ലോയി ഓർഗനൈസേഷൻ ഡിക്രീസസ്. അപ്പൊ അവിടെ ഈ എംപ്ലോയി കുറവാണെങ്കിൽ ബാർഗൈനിങ് പവർ കുറയൂലേ അല്ലെ? എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ബാർഗൈനിങ് പവർ കുറയൂലേ? ഫുള്ളി ടെക്നോളജി ആണല്ലോ, ഓട്ടോമേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബാർഗൈനിങ് പവർ കുറയും. Greater progression in technology and advancement in the provisions of workers have also introduced. അപ്പൊ ഇങ്ങനെ ആ വർക്കേഴ്സ് ഉണ്ടാവും ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ അവരിപ്പോ ടെക്നോളജിയിലും കൂടുതൽ മുന്നേറും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതിന് പ്രൊഫഷണലി the workers have also introduced a new classes of employees. അപ്പൊ അങ്ങനെ എന്താണ്, പുതിയ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള പുതിയ എംപ്ലോയീസിനെ അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. known as knowledge workers. അവർ എന്താ പറയുന്നേ, നോളജ് വർക്കേഴ്സ് എന്ന് പറയുന്നു. ഡിഫറെന്റ് സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ആണ് ഗോൾസ്. അതായത് പല ഇതുള്ള ആവശ്യകതകളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള എന്താണ് ഈ നല്ലൊരു നോളജ് വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ നോക്കിയ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്? ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ എന്താണ്, അവിടെ നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ വിഭാഗം അല്ലെ, അങ്ങനെയുള്ളവരെ എന്താണ്, അങ്ങനെയുള്ള എംപ്ലോയീസിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പല തരത്തിലുള്ള ആവശ്യകതകൾ ലക്ഷ്യങ്ങളൊക്കെയുള്ള നോളജ് വർക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ന്യൂ ക്ലാസ് ഓഫ് എംപ്ലോയീസ് കോൾഡ് നോളജ് വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ നോക്കിയ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്? മൂന്നെണ്ണമാണ് കേട്ടോ നമ്മൾ പറഞ്ഞുള്ളൂ. ഒരുപാട് സ്പീഡിലൊന്നും പോയിട്ടില്ല, കുറച്ചെടുത്തുള്ളൂ. ഇനിയിപ്പോ നമുക്ക് അധികം പോർഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇന്നെടുത്ത അത്രയും ഓക്കെ അല്ലേ? ഈ എക്കണോമിക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അതിൽ ഏതൊക്കെയാണ് വന്നേന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് മാത്രം നോക്കിയത്. ഫുള്ളൊന്നും ബൈപ്പാർട്ട് ചെയ്യുന്നൊന്നും പഠിക്കേണ്ട പിള്ളേരെ. ഇതിൽ ഇപ്പൊ ഞാൻ 5 ക്വസ്റ്റ്യന് ഇന്നിപ്പോ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പൊ ആ മോക്ക് ടെസ്റ്റും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനി കുറച്ച് പോർഷൻസ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിവിഷൻ തരാം. അപ്പൊ റിവിഷനിൽ തന്നെ കുറെയൊക്കെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ, ക്ലാസ്സിൽ തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് അല്ലേ? ഓക്കെ. വേറെ എന്താ വിശേഷം? അധികം നിങ്ങളോട് നല്ല അധികം അങ്ങനെ സംസാരിക്കാറില്ല. നമുക്ക് പോർഷൻസ് എടുത്ത് തീർക്കാനായി ഒരുവിധം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും കുറച്ച് ഫ്രീ ആണ്. ഇനിയിപ്പോ എന്തായാലും നമുക്കറിയാം പോർഷൻ തീരുമല്ലോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരും. അതുവരേക്കും നമുക്ക് പോർഷൻ ക്ലാസ് ഒക്കെ ഇടയ്ക്കൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പോർഷൻസ് അവിടെ പെൻഡിങ് നിൽക്കും. അതുകൊണ്ടാട്ടോ നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലാട്ടോ അധികം സംസാരിക്കാത്തത്. ഓക്കെ, മനസ്സിലാവുമല്ലോ അല്ലെ നിങ്ങൾക്ക്? മിസ് അങ്ങനെ വന്ന് ക്ലാസ് മാത്രം എടുത്തു പോകുന്നത് അതിന് ഞങ്ങളോട് സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ സ്നേഹക്കുറവൊന്നും ഇല്ല കേട്ടോ. നല്ല സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളോട്. പിന്നെ നമ്മളൊക്കെ അതൊരു ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് അധികം നമ്മൾ സംസാരിക്കില്ല എന്ന് മാത്രം. ഇനിയിപ്പോ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവുമ്പോൾ റിവിഷനൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കുറച്ചും കൂടി പറയാം. ഓക്കെ ഓക്കെ, ശരിയാണ്. ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.